64 പ്രീമിയർ ഓട്ടോമൊബൈൽസിന് ലൈസൻസ് നൽകിക്കൊണ്ട് ഇന്ത്യ വിട്ട ഫിയറ്റ് പിന്നീട് തിരിച്ചു വരുന്നത് ഈ 2000-കളിലാണ്. 2000-കളിൽ ഇന്ത്യയിൽ ഫിയറ്റ് എന്ന പേരിൽ തന്നെ വാഹനങ്ങൾ ഇറക്കാൻ വേണ്ടിയാണ് അവർ തിരിച്ചു വരുന്നത്. ഈ പ്രീമിയർ ഓട്ടോമൊബൈൽസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള അവസ്ഥ, അതായത് ഒരു കാലത്ത് ഇന്ത്യയിലെ വാഹനങ്ങൾ കാർ വിപണിയുടെ പകുതിയിലധികം കൈകാര്യം ചെയ്തിരുന്ന ഈ പ്രീമിയർ ഓട്ടോമൊബൈൽസിന് അവസാനം സംഭവിച്ചൊരു വലിയ ദുരന്തകഥയാണ്. ഈ വാഹനങ്ങൾ ഫിയറ്റ് അതിൻ്റെ ഔട്ട്ഡേറ്റായി മോഡലായി മാറി, അതായത് പ്രീമിയർ പത്മിനി ഔട്ട്ഡേറ്റായി മാറുകയും അത് വിൽപ്പന ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിൽ ആണ് ഇവർ ഈ പറയുന്ന NE1 ആയിട്ട് വരുന്നത്. അതും ഒരു വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം പ്യൂഷോയുമായിട്ട് കരാറിൽ അവർ പ്യൂഷോ 308 എന്നൊരു വാഹനം അവർ ഇന്ത്യ ഇറക്കിയിരുന്നു. ഈ പ്യൂഷോ 308 എന്ന വാഹനം വളരെ നല്ലൊരു വാഹനമായിരുന്നു. പല വിദേശ വിപണികളിലും വളരെ നന്നായി മൂവ് ചെയ്തുകൊണ്ടിരുന്ന വാഹനമായിരുന്നു. പക്ഷെ അതും അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതും അകാലത്തിൽ അവസാനിച്ചു. പിന്നീട് അവസാനമായിട്ട് നമ്മൾ പ്രീമിയർ ഓട്ടോമൊബൈൽസിനെ പറ്റി കേൾക്കുന്നത് റിയ എന്ന പേരിലുള്ള ഒരു കോമ്പാക്റ്റ് SUV നിർമ്മിച്ചുകൊണ്ടാണ്. ആ റിയ എന്നാൽ നമ്മൾ ഇന്നത്തെ ഏകദേശം നമ്മുടെ ജിംനി പോലെ അല്ലെങ്കിൽ സ്കോഡ യതി പോലെ അതുപോലുള്ള ഒരു രൂപത്തോടുകൂടിയ ഒരു കോമ്പാക്റ്റ് SUV ആയിരുന്നു ഈ റിനോ. പക്ഷേ റിനോ വരുമ്പോഴേക്ക് ഏതാണ്ട് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു പ്രീമിയർ ഓട്ടോമൊബൈൽസ്. അതുകൊണ്ട് തന്നെ ഈ റിനോ എന്ന വാഹനം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ SUVകൾ വരുന്ന കാലഘട്ടത്തിൽ അതിന് മുന്നേ വന്ന വാഹനമാണ് റിനോ. പക്ഷേ റിനോ അവർക്ക് മാർക്കറ്റിൽ അധികം വിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ പൂർണ്ണമായി പ്രൊഡക്ഷൻ നിർത്തി ആണ് പോകുന്നത്. പിന്നീട് വീണ്ടും 2000-കൾ ഫിയറ്റ് തിരിച്ചു വരികയാണ്. ഫിയറ്റ് തിരിച്ചു വരുന്നതെന്ന് വെച്ചാൽ ടാറ്റയുമായിട്ടുള്ള കൊളാബറേഷനിലൂടെയാണ് അവർ തിരിച്ചു വരുന്നത്. ഫിയറ്റ് തിരിച്ചു വന്ന് ടാറ്റയുമായിട്ടുള്ള കൊളാബറേഷനിലൂടെ അവർ തിരിച്ചു വന്നതിന് ശേഷം അവർ വീണ്ടും ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഫിയറ്റ് അതിൻ്റെ ആഗോള ബ്രാൻഡുകൾ തന്നെയാണ് ഇന്ത്യയിൽ തിരിച്ച് വന്നപ്പോൾ തിരിച്ചുവരവിൽ ഫിയറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. അതായത് സിയന്ന എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് കാറായിരുന്നു. സിയന്ന ഒരു വേൾഡ് കാറാണ്. മാത്രമല്ല വേൾഡിലെ ആ കാലത്തെ 2000-കളിലെ ഏറ്റവും സേഫ് കാറായിരുന്നു. ദാറ്റ് ഈസ് സേഫസ്റ്റ് കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഇന്ത്യയിൽ അവതരിക്കപ്പെട്ടത്. എല്ലാ രീതിയിലും ഗുണനിലവാരത്തിലും അതുപോലെ മൈലേജിലും എല്ലാം തന്നെ ഈ ഫിയറ്റിൻ്റെ കാറുകൾ വളരെ മികച്ച നിലവാരം പുലർത്തിയിരുന്നു. അതുപോലെ ഈ സിയന്ന വന്നു. പക്ഷേ സിയന്നയും അവർക്ക് ആവശ്യമായ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിൽ വേറെ വലിയൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഉള്ള BS4 നിലവാരത്തിലുള്ള ഡീസൽ കാറുകളിൽ ഏതാണ്ട് ഒരു 80% കാറുകളിലും ഉള്ള എൻജിൻ ഫിയറ്റിൻ്റെ 1.3 ടർബോ ഡീസൽ എൻജിനാണ്. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിട്ടുള്ള ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാരുതി കാറുകൾക്ക്, മാരുതി ഡിസയറിനായാലും ശരി, സ്വിഫ്റ്റ് ഡിസയറിനും അതുപോലെ മാരുതിയുടെ ഡീസൽ കാറുകളിലെല്ലാം, ഇപ്പോൾ ഡീസൽ കാർ മാരുതി ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ BS6 നോംസ് വന്നതിന് ശേഷം ഡീസൽ കാറുടെ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ മാരുതി പ്രൊഡ്യൂസ് ചെയ്ത ദശലക്ഷക്കണക്കിന് ഡീസൽ കാറുകളിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഈ ഫിയറ്റിൻ്റേതാണ്. ഫിയറ്റിൻ്റെ എൻജിനാണ് ടാറ്റ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഡീസൽ കാറുകളിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള എല്ലാ അന്ന് ഈ പറയുന്ന 2018 വരെ 2019 വരെ നിലവിലുണ്ടായിരുന്ന ഡീസൽ കാറുകളിൽ ബഹുഭൂരിപക്ഷത്തിനും ഉപയോഗിച്ചിരുന്ന എൻജിൻ ഏതായിരുന്നു? ഫിയറ്റിൻ്റെ 1.3 മൾട്ടി ജെറ്റ് എന്ന എൻജിനാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതേസമയം ഫിയറ്റ് പരാജയപ്പെട്ടതോടെയാണ് സ്വന്തമായിട്ട് ഇതേ എൻജിൻ വെച്ചിട്ടുള്ള കാറുകൾ മാർക്കറ്റ് ചെയ്യുന്നതിൽ രണ്ടാം വരവിൽ പൂർണ്ണമായിട്ടും ഫിയറ്റ് പരാജയപ്പെട്ടു. അത് കാറുകൾ കുഴപ്പമായിരുന്നില്ല. സിയന്ന, പാലിയോ, അതുപോലെ തന്നെ ലീനിയ മുതലായ കാറുകളെല്ലാം തന്നെ, അത് ഹാച്ച് ബാക്ക് ആയാലും അതുപോലെ തന്നെ സെഡാൻ ആയാലും അതുപോലെ അഡ്വഞ്ചർ പോലുള്ള SUVകളായാലും എല്ലാം തന്നെ നിർമ്മാണത്തിലും
പ്രവർത്തനത്തിലും അങ്ങേയറ്റം മികവ് പുലർത്തിയിട്ടുള്ള വാഹനങ്ങളാണ്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ പെർഫോമൻസിലോ നമുക്ക് ഒരു കുഴപ്പവും കാണാൻ സാധിക്കില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിഞ്ഞില്ല? അതേസമയം അവരുടെ എഞ്ചിനാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്ന അതേ എഞ്ചിനുള്ള, ഒരു കാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള എഞ്ചിനുള്ള വാഹനങ്ങളാണ് ഇന്ത്യയിൽ മറ്റ് കമ്പനികളെല്ലാം ഉപയോഗിച്ചിരുന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സ്വിഫ്റ്റ് കാറുകളിലെ ബഹുഭൂരിപക്ഷം കാറുകൾക്കും പൂർണ്ണമായിട്ടും ഡീസൽ കാറുകൾക്ക് ഉപയോഗിക്കുന്നത് ഈ ഫിയറ്റിൻ്റെ ഡീസൽ എഞ്ചിനാണ്. ടാറ്റയുടെ കാറുകൾക്ക് ഉപയോഗിച്ചിരുന്നത് ഇതേ ഡീസൽ എഞ്ചിനാണ്. ഈ എഞ്ചിൻ എന്തുകൊണ്ടുള്ള കാറുകൾ എന്തുകൊണ്ട് അവർക്ക് വിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വിൽപ്പനയല്ല, ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുമല്ല. ഈ വിൽപ്പനയെ നിയന്ത്രിക്കുന്നത് വിൽപ്പനാനന്തര സേവനം എന്നുള്ളത്, ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ള കാര്യമാണ്. അത് പൂർണ്ണമായും മോശമായതിനാലാണ്, അതിന് ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ലാതിരുന്നതിനാലാണ് ഈ ഫിയറ്റിന് ഈ വാഹനങ്ങൾ പുതിയ വരവിൽ, രണ്ടാം വരവിൽ ഇന്ത്യയിൽ വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കാതെ വരികയും ഈ മോഡലുകൾ, ഫിയറ്റ് മോഡലുകൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തത്. കാരണം അവർ സ്വന്തമായ ഒരു സർവീസ് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിന് പകരം അവർ മറ്റ് കമ്പനികളെ സർവീസിന് വേണ്ടി ആശ്രയിച്ചു എന്നുള്ളതാണ് എടുത്താണ് അവരുടെ കാറുകളുടെ പരാജയം സംഭവിക്കുന്നത്. പക്ഷേ അതേസമയം ഫിയറ്റ് ഇന്ത്യ വിട്ടുപോയിട്ടുണ്ടോ? ഫിയറ്റ് ഇന്ത്യ വിട്ടുപോയിട്ടില്ല. കാരണം ഇന്ന് കോമ്പാക്ട് SUV യൂണിറ്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന കാറുകളിൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാറുകൾ ഒന്നാണ് ജീപ്പ് കോമ്പസ്. ഈ ജീപ്പ് കോമ്പസ് ഉണ്ടാക്കുന്നത് അത് ഏത് കമ്പനിയാണ്? അത് ഇതേ ഫിയറ്റ് കമ്പനിയുടെയാണ്. അതായത് ഫിയറ്റ് 40കൾക്ക് ശേഷം, 1940കൾക്ക് ശേഷം പിന്നീട് വന്നിട്ടുള്ള കാറുകളുടെ ആധിക്യത്തിലും കാറുകളുടെ കമ്പനികളുടെ ആധിക്യത്തിലും ഫിയറ്റ് 90കളിൽ ഫിയറ്റ് അത് ക്രിസ്ലർ എന്ന കമ്പനിയുമായിട്ട് യോജിച്ചു. ഇറ്റലിയിൽ തന്നെ ഒരു അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ക്രിസ്ലറുമായിട്ട് യോജിച്ചിട്ട് അങ്ങനെ ഫിയറ്റ് ക്രിസ്ലർ എന്ന പേരിലാണ് 90കൾക്ക് ശേഷം അവർ കാറുകൾ നിർമ്മിച്ചു തുടങ്ങിയത്. ഇപ്പോൾ 2018 വീണ്ടും ഈ ക്രിസ്ലറും ഫിയറ്റും കൂടി ഒരു പുതിയ കമ്പനിയിലേക്ക് ലയിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ സ്റ്റാലിയൻ എന്ന് പറഞ്ഞ പുതിയ കമ്പനി. ഈ കമ്പനിയുടെ കീഴിലാണ് ലോകത്തിലെ പ്രമുഖരായ പല ബ്രാൻഡുകളുള്ളത്. ആ ബ്രാൻഡുകളുടെ കൂടെ തന്നെയാണ് ഈ അമേരിക്കയിലെ പ്രസിദ്ധമായ ജീപ്പ് എന്ന മറ്റേ ബ്രാൻഡും ഇതിലേക്കാണ് വരുന്നത്. ഈ പറയുന്ന ക്രിസ്ലറിലേക്കാണ് വരുന്നത്, ഫിയറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഫിയറ്റ് കാറുകൾ ഇന്ത്യയിലെ പഴയ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. യഥാർത്ഥ ഫിയറ്റ് കമ്പനി നിർമ്മിച്ചിരുന്ന കാറുകൾ ഇന്ത്യയുടെ ചരിത്രമായി കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ള രണ്ടാം വരവിലും ഫിയറ്റ് കാറുകൾ ഇന്ത്യയുടെ ചരിത്രമായി മാറി. കാരണം ഫിയറ്റ് കാറുകൾ കുറഞ്ഞ ഒരു കാലഘട്ടം, 2000 മുതൽ ഈ പറയുന്ന ഒരു 2014-15 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ പുതിയ കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം വീണ്ടും പറ്റി ഇത് ഫിയറ്റ് എന്ന പേരുള്ള കാറുകളുടെ അവസാനം വന്നു. പക്ഷേ അതേസമയം എന്നാൽ ഫിയറ്റ് കമ്പനി ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ഇന്ത്യയിൽ നല്ല തോതിൽ വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന ജീപ്പ് എന്ന ലേബലിൽ നമ്മളിന്ന് കാണുന്ന ഈ വാഹനങ്ങൾ SUVകൾ മുഴുവൻ തന്നെ നിർമ്മിക്കുന്നതാരാണ്? ഇതേ കമ്പനിയാണ്. പക്ഷേ അതേസമയം വേൾഡ് മാർക്കറ്റിൽ, ലോക മാർക്കറ്റിൽ ഇന്നും ഫിയറ്റ് ശക്തമായ ഒരു സാന്നിധ്യമാണ്. വളരെ സുരക്ഷിതമായ, വളരെ സാങ്കേതിക മികവുള്ള വാഹനങ്ങൾ ഇന്നും ലോക മാർക്കറ്റിൽ നിർമ്മിക്കുന്നത് ഫിയറ്റാണ്. ഇന്ത്യയിൽ ഇന്നും ഫിയറ്റിന് ആരാധകരുണ്ട്, ധാരാളം ആരാധകരുണ്ട്. അന്ന് 80കളിൽ വാങ്ങിയ ഫിയറ്റ് മാത്രം ഇന്ന് ഉപയോഗിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ഈ കേരളത്തിൽ തന്നെ കാണാൻ സാധിക്കും. അത്തരം ആളുകൾ ധാരാളം പേരുണ്ട്. ഇന്നും അതേ വാഹനം അതുപോലെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഫിയറ്റ് എന്ന വാഹനം നമ്മുടെ ചരിത്രവുമായിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവുമായിട്ട് അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാഹനമാണ്. കാരണം ഒരു കാലത്ത് ഏറ്റവും വലിയ സെലിബ്രിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരനും സ്വപ്നം കണ്ടിരുന്ന, ഒരേപോലെ കണ്ടിരുന്ന സ്വപ്നമായിരുന്നു ഫിയറ്റ്. ആ ഫിയറ്റ് കൈവശമാക്കുന്നതോടുകൂടി ആ സ്വപ്നങ്ങൾക്കൊരു തുല്യത വന്നിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുവാൻ ആർക്കും സാധ്യമല്ല. അതിനാൽ തന്നെ ഫിയറ്റ് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്.